ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയവനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുന്ന യഹോവ നീതിമാനാണോ ഗൈസ്? നിയമാവർത്തനം 22-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കൂ. ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടി ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ അവളുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും വേണം. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഇങ്ങനെ വിവാഹം കഴിപ്പിച്ചു വിടുമോ? അവളെ പീഡിപ്പിച്ചവൻ്റെ കൂടെ നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞു വിടുമോ? നിങ്ങൾ വായിക്കുമ്പോൾ ഈ അധ്യായം ആദ്യം തൊട്ട് വായിച്ചാൽ ഇത് ഏത് കോണ്ടെക്സ്റ്റാണ് പറയുന്നത് വ്യക്തമാകും. കോണ്ടെക്സ്റ്റ് മനസ്സിലാകാതെ ആ 25-28 വാക്യം മാത്രം അടർത്തിയെടുത്ത് വായിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന കൺഫ്യൂഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ബലാത്സംഗം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയാണ്. അത് 25-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ തുടർന്ന് വരുന്ന ഈ ഭാഗത്ത് വരിക അതിൻ്റെ കോണ്ടെക്സ്റ്റ് വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ കാണുന്ന പ്രധാന വ്യത്യാസങ്ങൾ, ഒന്ന്, ഇവിടെ അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടി വിവാഹം നടത്തിയിട്ടില്ലാത്ത കന്യകയാണ് എന്നത് മാത്രമല്ല, സഹായത്തിന് നിലവിളിക്കുന്നില്ല എന്നതുകൂടിയാണ്. 27-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ അക്രമിക്ക് വധശിക്ഷ നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വ്യത്യാസം ആ ഇരയായ സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചു എന്നതാണ്. എന്നാൽ അത്തരമൊരു സാഹചര്യം രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല. പിന്നെ മറ്റൊന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ അക്രമിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ കൽപ്പിക്കുന്ന ഒരു നിയമമല്ല. എന്നാൽ ഈ നിയമപ്രകാരം വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും അവകാശവും ആ പെൺകുട്ടിക്കും അവളുടെ പിതാവിനും മാത്രമാണ്. അക്രമിയെ വിവാഹം കഴിക്കാൻ പെൺകുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ ആരും നിർബന്ധിക്കില്ല. എന്നാൽ പുരുഷൻ പിഴത്തുക പൂർണ്ണമായും അടച്ചു തീർക്കുകയും വേണം. അതായത് ലളിതമായി പറഞ്ഞാൽ, അക്രമിയെ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ ബാധ്യതപ്പെടുത്തുകയല്ല ഈ നിയമം ചെയ്യുന്നത്. എന്നാൽ പെൺകുട്ടിയും പിതാവും ആവശ്യപ്പെടുന്ന പക്ഷം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സംരക്ഷിക്കാൻ ആ പുരുഷനെ ബാധ്യതപ്പെടുത്തുകയാണ് ഈ നിയമം ചെയ്യുന്നത്. 29-ാം വാക്യം കൃത്യമായി ഇങ്ങനെയാണ്: അവൻ ആ യുവതിയുടെ പിതാവിന് 50 ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. അതുകൂടാതെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും 50 ഷെക്കൽ വെള്ളി നാണയം, ഒരു ഭീമമായ തുക, നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടതുണ്ട്. ഇനി വിവാഹം കഴിച്ചാൽ വിവാഹമോചനം ചെയ്യാൻ അനുവാദമില്ല. അതായത് ആജീവനാന്തം ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ പുരുഷനെ ബാധ്യതപ്പെടുത്തുകയാണ് ഈ നിയമം ഇവിടെ ചെയ്യുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അക്രമിക്കുള്ള ഒരു സമ്മാനമല്ല ഈ നിയമം. മറിച്ച് ഇരയ്ക്ക് ജീവനാംശവും സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് അക്രമിയെ ജീവിതകാലം മുഴുവൻ ബാധ്യതപ്പെടുത്തുന്ന, പെൺകുട്ടിയുടെ സംരക്ഷണത്തിനായി ബാധ്യതപ്പെടുത്തുന്ന ഒരു നിയമമാണ്. എന്നാൽ ഇനി ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇത്തരം അവസ്ഥയിൽ പെട്ടുപോയ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതേ സാഹചര്യത്തിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് 4 പുരുഷ സാക്ഷികളെ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ വ്യഭിചാരക്കുറ്റം ചുമത്തപ്പെട്ട് ചാട്ടവാറടിക്ക് ഇരയാകേണ്ട നിയമങ്ങളാണ് ഇസ്ലാമിക നിയമത്തിൽ നിലവിലുള്ളത്.